വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സാമൂഹ്യ പാഠത്തിൻ്റെ 5ാമത്തെ ചാപ്റ്റർ ആവുന്നതിങ്ങളെ ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ്. നമുക്ക് ഡ്രോ എന്ന് വെച്ചാൽ എന്താ, വരയ്ക്കാം. അതുപോലെ റീഡ് എന്ന് വെച്ചാൽ വായിക്കാം. വരയ്ക്കുകയും ചെയ്യാം, വായിക്കുകയും ചെയ്യാം. നമ്മൾ മാത്സ് പഠിക്കുന്ന പോലെ ഉണ്ട് അല്ലേ? നോക്കണേ, നല്ലപോലെ നോക്കണേ. ഞാൻ വായിക്കാം. മലയാളം മീഡിയക്കാരും ഇംഗ്ലീഷ് മീഡിയക്കാരും ഒക്കെ നോക്കണേ. കുഞ്ഞുങ്ങളെ രണ്ടുപേർക്കും ഒരേപോലെ എഴുതത്തക്ക രീതിയിൽ ഞാൻ നോട്ട്സും തയ്യാറാക്കിയിട്ടുണ്ട്. കുറച്ച് നോട്ട്സ് കേട്ടോ. നമുക്ക് 2-3 പാർട്ടായിട്ട് ഈ പാഠം തീർക്കാം. ഒരു ഇച്ചിരി ലെങ്തിയാണ് കേട്ടോ. നോക്കിയേ, അജി ഹാസ് കം ടു participate in the Kerala School Arts Festival being held in Thrissur district. His family is also with him. Given below is the layout of the venue with them. ഈ അജി എന്തുവാ, ഹാസ് കം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കേരള സ്കൂളിലെ, കേരള നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ, എവിടെയാണിത്? തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. കേരള സ്കൂൾ ആർട്സ് തൃശ്ശൂർ ജില്ലയിലെ നടക്കുന്ന ഒരു കേരള സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ അജി എത്തിയിരിക്കുകയാണ്. സ്കൂളിലെ ഒരു കലോത്സവത്തിൽ പങ്കെടുക്കാനാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഉണ്ട്. ഈ അജിയുടെ കൂടെ ആരാണ്? അദ്ദേഹത്തിൻ്റെ കുടുംബവും ഉണ്ട്. എന്നാൽ അവരോടൊപ്പമുള്ള ഒരു വേദിയുടെ ലേഔട്ട് തയ്യാറാക്കാനാണ്. ലേഔട്ട് കേട്ടോ, ലേഔട്ട് തന്നിട്ടുണ്ട്. ലേഔട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടിട്ട് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടാവും ഞങ്ങളെ. ഇതാണ്ട് നമുക്ക് അതിൻ്റെ അറിയണമെന്നുണ്ട്. ഇവിടെ ഒരു MG റോഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആ പടം തന്നെ കണ്ടറിയാം അല്ലേ? എന്തൊക്കെയാണ്? ഒരു MG റോഡ് ഇതിലേക്കൂടെ ഒരു റോഡ് കൊടുത്തിട്ടുണ്ട്. അതാണ്ട് ട്രെയിൻ പാളം, ട്രാക്ക് ഉണ്ട്, ട്രെയിനിൻ്റെ പാളം കൊടുത്തിട്ടുണ്ട്. A എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഓരോന്നിൻ്റെ പേര് കൊടുത്തു. A എന്ന് പറഞ്ഞാൽ ഇവിടെ റെയിൽവേ സ്റ്റേഷനാണ്. B എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡാണ്. പ്രോഗ്രാം കമ്മിറ്റി ഓഫീസാണ് C. എവിടെ കുഞ്ഞുങ്ങളെ? ഏതാണ്ട് ഇവിടാണ് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ്. തൃശ്ശൂറാണ് സംഭവം. സ്വരാജ് റൗണ്ടാണ്. ഇതാണ് സ്വരാജ് റൗണ്ടിലെ ഇവിടാണ് പരിപാടി. എവിടെ നടക്കുന്നത് നോക്കാം. ഈ ഗവൺമെൻറ് HS തൃശ്ശൂർ. ഇപ്പോൾ എവിടെ നടക്കുന്നത്? ഇവിടാണ്. എവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഈ എവിടാണ്? ഗവൺമെൻറ് HS തൃശ്ശൂർ. ഇവിടാണ് പരിപാടി നടക്കുന്നത്. ഡൈനിങ് ഹാള് കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് നോക്കിയടേ, D എന്നാണ്. ഇവിടെ ഒരു ഡൈനിങ് ഹാളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പടം. അപ്പോൾ ഈ പടം തന്നിട്ട് നിങ്ങൾ ഈ വലത്തുവശത്ത് തന്നിട്ടുണ്ട്. A റെയിൽവേ സ്റ്റേഷനാണ്, B ബസ് സ്റ്റാൻഡാണ്, C എന്ന് വെച്ചാൽ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഓഫീസാണ്. സി എവിടെ നിങ്ങൾ? ഏതാണ്ട് ഇവിടാണ്. D എവിടാണ്? ഡൈനിങ് ഹാള് കൊടുത്തിട്ടുണ്ട്. E എന്ന് വെച്ചാൽ ഇവിടാണ് സ്കൂൾ. ഇവിടാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലേഔട്ട് അല്ലേ? ലേഔട്ട് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ഇത് വരച്ച് നമ്മളെ കാണിച്ചിരിക്കുന്നത്. അതൊക്കെ എന്താണെന്ന് ഞാനിപ്പോൾ നോട്ടി തരാം കേട്ടോ. അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ? എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ഇനി നിങ്ങളോട് ചോദിച്ചേക്കുന്ന ചോദ്യം നോക്കിയേ. ഹാവിങ് ട്രാവൽഡ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ, അജി ആൻഡ് ഹിസ് ഫാമിലി and have now come near the program committee office which is close to the Swaraj round. Aji's program is scheduled to be held at government HS തൃശ്ശൂർ. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്ര ചെയ്ത് ഈ അജിയും കുടുംബവും ഇപ്പോൾ സ്വരാജ് റൗണ്ടിന് സമീപമുള്ള പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന്റെ സമീപമാണ് എത്തിയിരിക്കുന്നത്. എവിടെയാണെന്ന് നമ്മൾ ആ പടത്തിൽ കണ്ടല്ലോ. എവിടെ നിങ്ങൾ? ഏതാണ്ട് ഇവിടെ ഉണ്ടോ? ഇവിടെ ഇങ്ങനെ വന്നിരിക്കുക. C എന്ന് വെച്ചാൽ എവിടെ? സിയിലെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ്. ഇവിടെ വന്നിരിക്കുക. എന്താണ്? റെയിൽവേ സ്റ്റേഷനിലാണ് ഇവർ വന്നിറങ്ങിയത് അല്ലേ? എന്നിട്ട് ഈ അജിയും കുടുംബവും കൂടി സ്വരാജ് റൗണ്ടിലെ കേട്ടോണേ, സ്വരാജ് റൗണ്ടിന് സമീപമുള്ള പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന് അവിടെ എത്തിയിരിക്കുകയാണ്. പക്ഷെ എന്താ, തൃശ്ശൂർ ഗവൺമെന്റ് HSലാണ് ഈ അജിയുടെ പരിപാടി. അവർ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ എത്തിയതേ ഉള്ളൂ. അവരുടെ പരിപാടി നടക്കുന്ന ഈ സ്കൂളിലാണ്. അപ്പോൾ ഇനി എങ്ങനെയൊക്കെയാണ് അവർ പോകുന്നതും വരുന്നതും ഒക്കെയാണ് ചോദ്യം. രണ്ട് പേജിലായതുകൊണ്ടാവും നിങ്ങളെ അതിൻ്റെ കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ കണ്ട, ഇവിടാണ് അവർ എത്തിയിരിക്കുന്നത്. ഇവിടാണ് അവർക്ക് ഈ സ്കൂളിലാണ് ചെല്ലേണ്ടത്. അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം എന്താ നോക്കിക്കേ. In which direction should Aji go to reach the venue quickly from the program committee office? അതായത് ഈ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്നും ഏത് ദിശയിലേക്ക് സഞ്ചരിച്ചാൽ ഈ അജിയുടെ പ്രോഗ്രാം നടക്കുന്ന വേദിയിൽ നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന്. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾ ദിശ അറിയണം കുഞ്ഞുങ്ങൾ കേട്ടോ. എന്താണ് ഈ ദിശ അല്ലെ ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയുടെ കേട്ടോ, ഇത് അറിയണം കേട്ടോ. ഭൂമിയുടെ ഏറ്റവും മുകളിൽ നിന്ന് നിങ്ങൾ ഓർത്താൽ ഇതെല്ലാം ക്ലൂ കേട്ടോ. മുകളിൽ എന്നാണ്? നോർത്ത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ എന്തായിരിക്കും? സൗത്ത് കേട്ടോ. NS മുകളിലും താഴെയും. അതിനൊരു ഡൗട്ടും പാടില്ല കേട്ടോ. ഇനി ഇതറിയാമെങ്കിലേ പറ്റത്തുള്ളൂ. N-ഉം S-ഉം കേട്ടോ. ഇനി എന്താണ്? ഇവിടെ W, ഇവിടെ
വെസ്റ്റ്, ഈസ്റ്റ്. ഇത് ഇത്രയും ഓർക്കണം കേട്ടോ. നമുക്ക് തിരിച്ചായിരുന്നു ന്യൂസ് എന്ന് പറയാമായിരുന്നു അല്ലേ, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ വേണമെങ്കിലും പറയാം, ഇസഡ്. അതറിയാമോ? ഇസഡ് ബേസ്, അന്നേരം ന്യൂസ് ആവും. ഇസഡ് അല്ലേ, ഈ ഇസഡ് എന്ന് സിക്സാഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അത് പോട്ടെ, അറിയത്തില്ലെങ്കിൽ ദണ്ട് ഇങ്ങനെ പറയുമ്പോൾ അതിനെ എന്താ ന്യൂസ്, NEWS അല്ലേ. ഇനി അതറിയത്തില്ലേ, വിട്ടേരെ, ഞാനൊരു എളുപ്പം പറഞ്ഞതേ ഉള്ളൂ. N മുകളിൽ, S താഴെ, WE കേട്ടോ. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഇനി അതിൻ്റെ മലയാളം അറിയാൻ മേത്തറുണ്ടോ നിങ്ങളെ? ഉണ്ടോ? അതായത് നോർത്ത് എന്ന് വെച്ചാൽ വടക്കാണ്, നോർത്ത് വടക്ക്, സൗത്ത് തെക്ക് കേട്ടോ. വെസ്റ്റ്, ഈസ്റ്റ്. വെസ്റ്റ് പടിഞ്ഞാറ്, ഈസ്റ്റ് കിഴക്ക്. സൂര്യൻ ഉദിക്കുന്നത് എവിടാ? ഈസ്റ്റിലാണ്, കിഴക്കാണ്. സൂര്യൻ അസ്തമിക്കുന്നതോ? സൺറൈസും സൺസെറ്റും ഒക്കെ അറിയോ? സൺസെറ്റ്, സൂര്യൻ അസ്തമിക്കുന്നത് വെസ്റ്റ് പടിഞ്ഞാറാണ് കേട്ടോ. നോർത്ത് എന്ന് വെച്ചാൽ എന്താ? വടക്ക്, സൗത്ത് തെക്ക്. തിരിഞ്ഞു പോലെ നിങ്ങൾ കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിക്കേ, ഇൻ വിച്ച് ഡയറക്ഷൻസ് ഷുഡ് അജി ഗോ ടു റീച്ച് ദ വെന്യൂ ക്വിക്ക്ലി ഫ്രം ദ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ്? ഇവിടെ ചോദിച്ചാൽ എന്താ? ഈ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്നും ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ അജിയുടെ പ്രോഗ്രാം നടക്കുന്ന വേദിയിൽ എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും? ഒന്നാമത്തെ ചോദ്യം. എന്ത് ചെയ്യണം? നമ്മളെന്താ നമ്മൾ പറഞ്ഞ രീതി നമ്മുടെ ഓർത്തോണം. എന്താ ഇത് ഓർത്തോണേ ഞങ്ങളെ. ഇത് N, ഇത് SWE അല്ലേ. അപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഇവിടുന്ന് ആദ്യം നമ്മൾ എങ്ങോട്ട് പോകണം? വടക്കോട്ട് പോകണം അല്ലേ. വടക്കോട്ടെന്ന് വെച്ചാൽ എന്താ? നോർത്തിലോട്ട് പോയിട്ട് പെൻസിൽ വെച്ച് ഞാൻ റഫായിട്ടൊന്ന് കാണിക്കാം കേട്ടോ. അതുകൊണ്ട് ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നേരെ മേപ്പോട്ടെന്ന് വെച്ചാൽ നോർത്ത് അല്ലേ, നേരെ മേപ്പോട്ട്. ഓർത്തോണേ നിങ്ങളെ. നോർത്തിലോട്ട് പോയിട്ട് വടക്കോട്ട് പോയിട്ട് കിഴക്ക് ദിശ, കിഴക്കെന്ന് വെച്ചാൽ എന്താ? ഈസ്റ്റ് അല്ലേ, വലത്തോട്ട് ഈസ്റ്റിലോട്ട് പോകണം അല്ലേ. പ്രോഗ്രാം നടക്കുന്ന ഗവൺമെൻറ് സ്കൂളായില്ലേ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അവരിവിടെ വന്ന് നിൽക്കുകയാണ്. അവിടെ ട്രെയിൻ ഇറങ്ങി അല്ലേ, ട്രെയിൻ ഇറങ്ങി വന്നിട്ട് ഇവിടെ വന്നിട്ട് അവർ ഓഫീസിൽ വന്ന് നിൽക്കുകയാണ്. ഈ ഓഫീസിൽ നിന്നും അവർക്ക് എവിടെ? ഈ സ്കൂളിൽ വരണം. സ്കൂളിൽ വരണമെങ്കിൽ അവിടെ എന്താ? ഇവിടെ നിന്നും നേരെ മുകളിലോട്ടെന്നാണോ പറയുന്നത്? നോർത്ത്, അങ്ങനെ അങ്ങ് ഓർത്താലും മതി. ഇവിടെ നിന്നും മുകളിലോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്തിലോട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് വലത്തോട്ടെന്ന് വെച്ചാൽ ഈസ്റ്റിലോട്ട്. അപ്പോൾ അവരെവിടെ ചെന്നു? സ്കൂളിൽ ചെന്നു. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? ഇനി നോക്കിക്കേ, രണ്ടാമത് അവർ ചോദിച്ച ചോദ്യം നോക്കിക്കേ. ക്യാൻ യു ഫൈൻഡ് വെയർ ദ ഡൈനിങ് ഹാൾ ഈസ് ബൈ ചെക്കിംഗ് ദ ലേ ഔട്ട്? എന്ന് വെച്ചാൽ എന്താ? അവർ ലേ ഔട്ട് പരിശോധിച്ചിട്ട് ഭക്ഷണശാല എവിടെയാണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റും കുഞ്ഞുങ്ങളെ? അവരുടെ ഭക്ഷണശാല എവിടെയാണെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അവരിപ്പോൾ ഈ സ്കൂളിൽ വന്നു ആണല്ലോ. സ്കൂളിൽ വന്നതിന് ശേഷം എങ്ങനെയാണ്? നമ്മുടെ സ്വരാജ് റൗണ്ടിൻ്റെ വടക്ക് പടിഞ്ഞാറാണ് നമ്മുടെ ഭക്ഷണശാല അല്ലേ. ഇവിടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പോൾ അവർ ഇവിടെ നിൽക്കുകയാണ്. ഇവിടുന്ന് എന്താ വേണം? അവർ തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നു കണ്ടോ, ഭക്ഷണശാലയിൽ വന്നു. ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ. ആദ്യം ഇവിടെ നിന്നായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് വടക്കോട്ട് വന്നിട്ട് കിഴക്കോട്ട് പോയി. കിഴക്കുനിന്ന് അവർ നേരെ എന്താ ഈ ഡൈനിങ് ഹാള് അല്ല ഭക്ഷണശാലയിൽ എത്തിച്ചേർന്നു. ഓക്കെ ആണോ നിങ്ങളെ? രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരവ് ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് വൺ ട്രാവൽ ഫ്രം ഗവൺമെൻറ് HS തൃശ്ശൂർ ടു റീച്ച് ദ ഡൈനിങ് ഹാള്? ഈ തൃശ്ശൂർ ഗവൺമെൻറ് HSൽ നിന്നും ഭക്ഷണശാലയിലേക്ക് പോകാൻ ഏത് ദിശയിൽ സഞ്ചരിച്ചാണ് നമ്മൾ പോയത്? പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ അല്ലേ. പടിഞ്ഞാറെന്ന് പറയുന്നത് ഏതാണ്? വെസ്റ്റ് അല്ലേ. എവിടാണ്? എവിടെ നിന്നാണ്? തൃശ്ശൂർ ഗവൺമെൻറ് HSൽ നിന്ന്. തൃശ്ശൂർ ഗവൺമെൻറ് HS ഏതാ? E ആണ്. ഇതിനകത്തിലെ E എന്ത് ചെയ്യുന്നു? ഏതാണ്ട് E ആണ്. ഈ Eയിൽ നിന്നും നമ്മൾ പോകാൻ എന്താണ്? പടിഞ്ഞാറോട്ട്. പടിഞ്ഞാറെന്ന് വെച്ചാൽ എവിടെയാണ്? നേരെ ഇങ്ങോട്ട്. പടിഞ്ഞാറ് ഇത് ഓർത്തോണേ, പടിഞ്ഞാറും തെക്കും. അതായത് വടക്ക്, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് തെക്ക്. ഇത് ഓർത്തോണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോഴേ അത് പറയാൻ പറ്റൂ. ഇതാണ്ട് ഇങ്ങോട്ട് കണ്ടോ. ഈ പടം ഉൾപ്പെടെ നിങ്ങൾക്ക് മലയാളംകാർക്ക് മലയാളം ഇംഗ്ലീഷും മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ദാണ്ട് ഇവിടെ എത്തിയെന്ന്. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു സ്കെച്ച് തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വാട്ട് ദ ഫെമിലിയറൈസ്ഡ് എബവ് ഈസ് ദ ലേഔട്ട് ഓഫ് ദ വെന്യൂ ഓഫ് ദ ആർട്സ് ഫെസ്റ്റിവൽ. ഹാവ് യു സീൻ ദ ലേഔട്ട്? അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ സ്കൂൾ മേക്കിംഗ് ദ സ്കെച്ച് യുവർ ക്ലാസ് റൂം, നിങ്ങളുടെ സ്കൂളിൻ്റെ ഒരു ലേഔട്ട് തയ്യാറാക്കാനാണ്. നിങ്ങളുടെ സ്കൂളിൽ എന്താണ്, എങ്ങനെയായിരിക്കും? ഇവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ബോർഡ് കാണും ഇല്ലയോ? ബ്ലാക്ക് ബോർഡ്, അതിൻ്റെ തൊട്ട് താഴെ എന്താ പിന്നെ ആരായിരിക്കും ഇരിക്കുന്നത്? മേശ ഉണ്ടായിരിക്കും ഇല്ലേ? ബ്ലാക്ക് ബോർഡിൻ്റെ തൊട്ട് താഴെ മേശ കാണും ഇല്ലയോ? ഉണ്ടാവും നിങ്ങളെ? മേശയുണ്ട്. പിന്നെ എന്താണ്? ഓരോ റോയിലായിട്ടായിരിക്കും. ഇവിടെ ബെഞ്ച്, ഇവിടെയും ബെഞ്ച്, അങ്ങനെയല്ലേ? ഇവിടെ എല്ലാം ബെഞ്ച് കാണും. ഡെസ്കും ബെഞ്ചും ഇല്ലയോ? നിങ്ങൾക്കൊക്കെ ഉണ്ടോ? 3 വരിയിലും എന്തായാലും മിനിമം കാണും അല്ലേ? ഓക്കെ. അങ്ങനെ ഇട്ടിട്ട് എന്താ അതിനൊക്കെ ഓരോ ഇത് പേര് കൊടുത്തിട്ട് അത് നിങ്ങൾ ഇരിക്കുന്ന, ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഇവിടുന്ന് പിന്നെ ടീച്ചർ ഇരിക്കുന്നിടത്തോട്ട് വരണമെങ്കിൽ എന്താണ് നമ്മളിങ്ങനെ ഇവിടുന്ന് ഈസ്റ്റ് എന്ന് ആ പടം ഓർത്തോണേ. പടം ഓർക്കണേ നിങ്ങൾ. ഈ പടം ഓർത്തോണം.
പോകണം, അവിടെ നിന്നും വലത്തോട്ടല്ലേ, അപ്പോൾ ഈസ്റ്റിൽ നിന്നും നോർത്തിലോട്ട് പോകണം കേട്ടോ. അതൊക്കെ കേട്ടോ നിങ്ങൾ യുക്തിപരമായിട്ട് അങ്ങ് ചെയ്യണം കേട്ടോ. ഇത് സംഭവം പിടികിട്ടിയെങ്കിൽ ഇത് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ നിങ്ങൾ ഇൻ വിച്ച് ഡയറക്ഷൻസ് ദ ഡോർ ഓഫ് ദ ക്ലാസ് റൂം, ഈ ഇവിടെ ഒരു ജനാലയൊക്കെ കൊടുക്കണം. ക്ലാസ് റൂമിന് എന്തായാലും ജനാല കാണുമല്ലോ, അതൊക്കെ കൊടുത്തിട്ട് അത് ഇപ്പം ഇവിടെ നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ അതെവിടാണെന്നൊക്കെ കൊടുക്കണം കേട്ടോ. അതൊക്കെ റഫായിട്ടൊന്ന് എഴുതിയാൽ മതി. അത് നിങ്ങൾ മനസ്സിലായിട്ട് അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. മനസ്സിലാക്കി എഴുതണേ. അടുത്തത് ഒരു ചെക്ക് ദ സ്കെച്ച് ദാറ്റ് ഈച്ച് ഓഫ് യു പ്രിപ്പയർഡ്. ആർ ദേ ഓൾ ഓഫ് ദ സെയിം? ഡിഡ് യു ഫീൽ എനി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഡയറക്ഷൻസ്? ഹൗ ടു ഫൈൻഡ് ഡയറക്ഷൻസ് ഇൻ എ പ്ലേസ്? ഒരു സ്ഥലത്തെ ദിശ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും കുഞ്ഞുങ്ങളെ? എങ്ങനെ മനസ്സിലാക്കാം? ഫസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ നമുക്ക് അതും കൂടെ അങ്ങ് പോവാം. അപ്പം ഒത്തിരി നോക്കിയേ. ആർ യു ലേവ് ടു മെയ്ഡ് only to understand the directions? ദിശ മനസ്സിലാക്കുന്നതിന് മാത്രമാണോ നമ്മൾ ലേ ഔട്ടുകൾ തയ്യാറാക്കുന്നത്? ഇപ്പം നമ്മൾ ലേ ഔട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അജി വന്ന് ഇറങ്ങിയിട്ട് കയ്യിലൊരു ലേ ഔട്ട് ഉണ്ടായിരുന്നു, അത് വെച്ച് അല്ലേ ഒരു സ്കെച്ചാകും ഞങ്ങളെ ഒരു നമ്മൾ ഇന്ന സ്ഥലത്തോട്ട് ഇപ്പോഴത്തെ കുട്ടികളെടുത്ത് ചോദിച്ചാൽ ഒരു ഗൂഗിൾ മാപ്പ് അല്ലേ, നമുക്ക് എവിടോട്ടെങ്കിലും പോകണമെങ്കിൽ വണ്ടിയെ പോകണമെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തല്ലേ പോകുന്നത്. ഇത് പഴയ കാലത്തിൻ്റെയാണ്. ദിശ മനസ്സിലാക്കുന്നതിന് മാത്രമാണോ നമ്മൾ ലേ ഔട്ടുകൾ തയ്യാറാക്കുന്നത്? നോ, ലേ ഔട്ട് ഹെൽപ്പ് to identify the locations of wall, foundations and other structural elements of a building. നമ്മൾ കെട്ടിടങ്ങളുടെ ഏതെങ്കിലും കെട്ടിടങ്ങളുടെ വാതിലുകൾ, അവിടെ നിര, അടിത്തറ, മറ്റ് ഘടനാപരമായ ഘടകങ്ങൾ എന്നിവയുടെ എല്ലാം സ്ഥാനം തിരിച്ചറിയാൻ നമ്മൾ ലേ ഔട്ടുകൾ സഹായിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ദിശ അറിയാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ലേ ഔട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെയാണോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ അടുത്ത അവർ ചോദിച്ചു ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്കെച്ച് ആൻഡ് എ പ്ലാൻ. ഒരു സ്കെച്ചും പ്ലാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ അതിനു മുമ്പേ നമ്മളൊരു ചോദ്യം, ഒരു സ്ഥലത്തെ ദിശ എങ്ങനെ കണ്ടെത്താമെന്നൊരു ചോദ്യമുണ്ട്. എങ്ങനെ കണ്ടെത്താം നിങ്ങളെ ടെസ്റ്റിൽ? വി കൺസിഡർ ഡയറക്ഷൻസ് വെർ ദ സൺറൈസ് ടു ബി ഈസ്റ്റ്. അതായത് നമ്മുടെ സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം അല്ലേ. സൂര്യൻ എപ്പോഴും ഉദിക്കുന്നത് എവിടെയായിരിക്കും? ഇല്ല, സൂര്യനെ അടിസ്ഥാനമാക്കി നമുക്ക് ദിശ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നത് എപ്പോഴും കിഴക്കായിരിക്കും, ഈസ്റ്റ് ആയിരിക്കും അല്ലേ. ഇവിടെ നോക്കിയേ, അജി ഈസ്, ഇപ്പം നമ്മൾ എല്ലായിടും അജിയാ അല്ലേ. അജി ഈസ് സ്റ്റാൻഡിങ് നിയർ ഹിസ് ഹൗസ് ഫേസിങ് ദ റൈസിങ് സൺ. എന്ന് വെച്ചാൽ അജി സൂര്യൻ്റെ നേരെ അല്ലേ, സൂര്യൻ്റെ സ്റ്റാൻഡിങ് നിയർ ഹിസ് ഹൗസ്, വീടിനടുത്തുള്ള സൂര്യന് കണ്ടില്ലേ, വീടിൻ്റെ സമീപത്ത് സൂര്യൻ്റെ അവിടെ നിൽക്കുന്ന പിക്ചർ വരെ കൊടുത്തിട്ടുണ്ട്. ഇൻ വിച്ച് ഡയറക്ഷൻസ് ഈസ് അജി ഫേസിങ്? ഏത് ദിശയിൽ നോക്കിയാണ് ഈ അജി നിൽക്കുന്നത്? നോക്കിക്കേ, സൂര്യൻ ഉദിക്കുന്ന എവിടാവും ഞങ്ങളെ? എവിടെ ആയിരിക്കും? ഈസ്റ്റിലായിരിക്കും. സംശയമുണ്ടോ? സൂര്യൻ ഉദിക്കുന്ന എവിടാണ്? ഈസ്റ്റ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഈസ്റ്റ് എന്ന് വെച്ചാൽ എവിടെ? ഇംഗ്ലീഷുകാർ ഈസ്റ്റ് എഴുതണം, മലയാളംകാരെ കിഴക്ക്. അതിന് സംശയം ഉണ്ടോ നിങ്ങളെ? ആ പയ്യൻ എങ്ങോട്ട് നോക്കി? ആ പയ്യൻ മീൻസ് അജി അല്ലേ. അജി സ്റ്റാൻഡിങ് നിയർ ഹിസ് ഹൗസ് ഫേസിങ് ദ റൈസിങ് ദ സൺ. സൂര്യൻ ഉദിക്കുന്നിടത്തോട്ട് നോക്കിയാണ് അവൻ നിൽക്കുന്നത് അല്ലേ. സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? കിഴക്കാണ്. അതറിയാൻ വയ്യാത്ത ആരുമില്ല അല്ലേ. സൂര്യൻ ഉദിക്കുന്ന കിഴക്കാണ്. കിഴക്കിന് ഇംഗ്ലീഷിൽ ഈസ്റ്റ് ആണ് അല്ലേ. ടു വിച്ച് ഡയറക്ഷൻസ് ആസ് അജി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് റൈറ്റ് ഹാൻഡ്? വാട്ട് അബൌട്ട് ഹിസ് ലെഫ്റ്റ് ഹാൻഡ്? എന്ന് വെച്ചാൽ ഈ അജിയുടെ വലത് കൈ ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത്? ഇതിൻ്റെ അപ്പം ഇവിടെ നമുക്ക് ഈസ്റ്റ് ആണെന്ന് കിട്ടി അല്ലേ കുഞ്ഞുങ്ങളെ, ഈസ്റ്റിലാണെന്ന് കിട്ടി. അപ്പം അവൻ്റെ കൈ എങ്ങോട്ടാണെന്ന് നോക്കിയേ, സ്ട്രെച്ച് ഔട്ട് ഹിസ് റൈറ്റ് ഹാൻഡ്, വലത്തെ കൈ ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത്? ഏതാവും ഇരിക്കും? അപ്പം ഏത് ദിശയിലാണ്? തെക്കായിരിക്കും കേട്ടോ, തെക്ക്. ഓക്കെ ആണോ? മനസ്സിലാക്കി വേണേ കുഞ്ഞുങ്ങളെ. തെക്ക്, സൗത്ത്, എസ് ആണ് കേട്ടോ, എസ്, സൗത്ത്. അപ്പം ഇടത്തെ കൈയോ? ഇടത്തെ കൈയിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എവിടാ? നോർത്ത് കേട്ടോ. ആദ്യത്തെ കൈ സൗത്തിലോട്ടുമായിരിക്കും, ഇങ്ങോട്ട് സൗത്ത്, ഇത് നോർത്തിലോട്ടുമായിരിക്കും. കാരണം ഇത് ഈസ്റ്റ് ആകുമ്പോൾ ഇത് വെസ്റ്റ് കേട്ടോ, ഇത് സൗത്ത്, നോർത്ത് കേട്ടോ. സൗത്ത് ആണെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് നോർത്ത്. വിച്ച് ഡയറക്ഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ അജി ഷാഡോ? എന്നാൽ അപ്പോൾ അജിയുടെ ഷാഡോ എവിടെ ആയിരിക്കും കുഞ്ഞുങ്ങളെ? ഇവിടെ നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ ഇവിടെ എന്തുമായിരിക്കും? അവൻ്റെ ഷാഡോ അവൻ്റെ തൊട്ട് പുറകിലല്ലേ. സൂര്യൻ ഉദിക്കുന്നത് മുമ്പിലാണെങ്കിൽ അതിൻ്റെ ഷാഡോ അതിൻ്റെ പിറകിലല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. ഇവിടെ ഈസ്റ്റ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? വെസ്റ്റ് അല്ലേ, പടിഞ്ഞാറായിരിക്കും. എഴുതിക്കോണേ കുഞ്ഞുങ്ങളെ. ഇവിടെ വെസ്റ്റ് ആണെങ്കിൽ ഇവിടെ പടിഞ്ഞാറായിരിക്കും കേട്ടോ. മനസ്സിലാക്കി പഠിക്കണം, ഇല്ലെങ്കിൽ ഇത് ഞാൻ വെറുതെ പറയാവുന്നേ ഉള്ളൂ. സംഭവം മനസ്സിലാക്കുക. സൂര്യൻ ഉദിക്കുന്നത് എവിടെ ആയിരിക്കും കുഞ്ഞുങ്ങളെ? കിഴക്കാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഒരാൾ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ
പിറകിലാണ് എന്താ അതിൻ്റെ ഷാഡോ അല്ലെങ്കിൽ നിഴൽ വരുന്നത്. അപ്പോൾ ഈസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വെസ്റ്റ്. ഓക്കെ ആണല്ലോ. ഇനി ഈസ്റ്റിന് നോക്കിയാൽ വലത്തെ ഷോൾഡർ, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് കേട്ടോ. സൗത്തിലായിരിക്കും, ഇടത്തേത് നോർത്തിലായിരിക്കും. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഞാൻ പഠിപ്പിക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഓക്കെ ആണല്ലോ. അടുത്ത പിക്ചർ ബി നോക്കിക്കേ, അവൻ നേരെ തിരിഞ്ഞങ്ങ് നിന്ന്. അപ്പം എന്തായിരിക്കും നോക്കൂ, ചിത്രം ബിയിൽ നോക്കിക്കേ, ഇൻ വിച്ച് ഡയറക്ഷൻസ് ഈസ് അജി ഫേസിങ് ഈസ് പിക്ചർ ബി. ചിത്രം ബിയിൽ ഏത് ദിശയിലേക്ക് നോക്കിയാണ് അജി നിൽക്കുന്നത്? നോക്കിക്കേ, സൂര്യന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ എന്തായിരിക്കും നിങ്ങളെ? പടിഞ്ഞാറ്, വെസ്റ്റ്. കേട്ടോ, കാണാൻ പറ്റുന്നുണ്ട്. പെൻസിൽ വെച്ചാണ് എഴുതുന്നത് കേട്ടോ, കാരണം ബുക്ക് ടെസ്റ്റിൽ പേന വെച്ച് എഴുതരുത് അല്ലേ, നമുക്ക് പറഞ്ഞിട്ടല്ലോ അല്ലേ. വെസ്റ്റ്. അപ്പം എന്താണ് പിക്ചർ നേരെ ഓപ്പോസിറ്റ് ആണ്. പടം കണ്ട് എഴുതാനാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവൻ നിൽക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഓക്കെ ആണോ? ഇനി നോക്കിക്കേ, ഇൻ ടു വിച്ച് ഡയറക്ഷൻ അജി റൈറ്റ് ഹാൻഡ് സ്ട്രെച്ച്ഡ്. റൈറ്റ് ഹാൻഡ് എവിടെ ആയിരിക്കും വരുന്നത്? എപ്പോഴും റൈറ്റ് ഹാൻഡ് എവിടെ ആയിരിക്കും? വലത് കൈ. ഇത് സൂര്യൻ്റെ ഇതിന് നേരെ ഓപ്പോസിറ്റ്, ഈ ഇതിൻ്റെ മുകളിൽ തന്നിരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. വലത്തെ കൈ എവിടെ ആയിരിക്കും? വടക്കായിരിക്കും അല്ലേ. വലത്തെ കൈ നോർത്തിലുമായിരിക്കും, ഇടത്തെ കൈ സൗത്തിലുമായിരിക്കും. നിങ്ങൾ ഈ എന്തെങ്കിലും ക്ലൂ വെച്ച് അങ്ങ് പഠിച്ചോ. ക്ലൂ അല്ല, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളാം കേട്ടോ. അല്ലാതെ ചിലർക്ക് ദിശ ഇപ്പോഴും, വലിയവരാണെങ്കിലും ചിലർക്ക് ദിശ പ്രശ്നമുള്ളവരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോയി നിൽക്കുമ്പോഴേ ചിലപ്പോൾ പെട്ടെന്ന് നമ്മളോട് ദിശ ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും കേട്ടോ. അന്നേരം നമ്മൾ സൂര്യനെ നോക്കും, സൂര്യൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് കേട്ടോ. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇനി അജിയുടെ നിഴൽ ഏത് ദിശയായിരിക്കും എന്നാ? വിച്ച് ഡയറക്ഷൻസ് ഓപ്പോസ് ദ ഡയറക്ഷൻസ് ദാറ്റ് അജീസ് ഫേസ്. വിച്ച് ഡയറക്ഷൻസ് അജി ഷാഡോ ഇൻഡിക്കേറ്റ്. ഷാഡോ എവിടെ ആയിരിക്കും എന്നാ പറയുന്നത്? ഷാഡോ എൻ്റെ ഷാഡോ ഇവിടെ നിൽക്കുന്നത് കിഴക്കോട്ടല്ലേ അവൻ തിരിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറായിരിക്കും കേട്ടോ. പടിഞ്ഞാറെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ആയിരിക്കും നിങ്ങളെ? എവിടെ? വെസ്റ്റിൽ അല്ലേ. പടിഞ്ഞാറ്, വെസ്റ്റ്. ഇപ്പം എനിക്കും കൂടെ കൺഫ്യൂഷനായെന്ന് തോന്നുന്നു. വെസ്റ്റ്. ഇനി വിച്ച് ഈസ് ദ ഡയറക്ഷൻസ് ഓപ്പോസ് ദ ഡയറക്ഷൻസ് ദാറ്റ് അജീസ് ഫേസ്. അജി നോക്കി നിൽക്കുന്നതിന് എതിരെയുള്ള ദിശ. അജി ഇങ്ങോട്ട്, സൂര്യൻ ഉദിച്ചാണ് ഉദിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റിലോട്ടാണ് അവൻ നോക്കിയിരിക്കുന്നത് അല്ലേ. അവന് എങ്ങോട്ടാണ് അജി നോക്കി നിൽക്കുന്നത്? എതിരെയുള്ള ദിശയാണ്. എതിരെയുള്ള ദിശ. അജി നോക്കി നിൽക്കുന്നതിൻ്റെ എതിരെയുള്ള ഓപ്പോസിറ്റ് ആയി വെച്ചേട്ടോ. ഏതാണ്? ഇവൻ നോക്കി നിൽക്കുന്നതിൻ്റെ എതിരെ അപ്പുറമല്ലേ? ഏതാ? ഈസ്റ്റ് ആണ് കേട്ടോ, കിഴക്കാണ്. ഇത് തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങൾ കേട്ടോ. മനസ്സിലായോ? ഞാൻ പെൻസിൽ വെച്ചാൽ എഴുതിയത് കേട്ടോ. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് അതിൻ്റെ കഴിഞ്ഞു. ഇനി ഒന്നും ആവശ്യമില്ല. കോമ്പസ് എന്നാൽ എന്താണ്? എന്താവും നിങ്ങളെ കോമ്പസ്? അത് ഞാൻ നോട്ട് തന്നിട്ടുണ്ട്. അതിന് മുമ്പേ നമ്മൾ ഈ പറഞ്ഞ ലേ ഔട്ടിൻ്റെയും ഒക്കെ പറഞ്ഞല്ലോ, ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്കെച്ച് ആൻഡ് എ പ്ലാൻ. ഒരു സ്കെച്ചും പ്ലാനും എന്ന് വെച്ചാൽ എന്താണ്? അത് ഇമ്പോർട്ടൻ്റ് കേട്ടോ. എ സ്കെച്ച് ഈസ് എ ഡ്രോയിങ് ബേസ്ഡ് ഓൺ മെമ്മറി ആൻഡ് ഒബ്സർവേഷൻ. നമ്മൾ ഓർമ്മിച്ചോ അല്ലെങ്കിൽ നിരീക്ഷിച്ചോ, നിങ്ങൾ നമ്മുടെ തിലകം സിനിമയ്ക്കകത്തില്ലേ നമ്മുടെ ദിലീപിനെ കാണാതെ പോകുമ്പോഴേ പറയത്തില്ലേ, ഓർമ്മയിൽ വെച്ചല്ലേ അവിടെ അത് പടം വരച്ചിട്ട്, ഓർമ്മയുണ്ടോ നിങ്ങളെ? ഇതൊക്കെ ഉണ്ടോ? അപ്പോൾ ദിലീപിൻ്റെ ഓരോ ഓർമ്മയിൽ വരച്ച പടമാണ്, ഓർമ്മയുണ്ടോ? അതാണ് സ്കെച്ച് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഓർത്ത് ഇന്നതായിരിക്കും, അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഓർത്ത് വെച്ച് പറയുന്നത് അല്ലേ. അങ്ങനെ പറയുന്നതാണ് സ്കെച്ച്. ഓർമ്മ അല്ലെങ്കിൽ നിരീക്ഷണം എന്നിവയെ അടിസ്ഥാനമാക്കി രൂപരേഖ വരയ്ക്കുന്നതാണ് സ്കെച്ച്. ഓക്കെ ആണോ? ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് എ പ്ലേസ്. ഒരു സ്ഥലത്തിൻ്റെ ദിശ എവിടെയെന്ന് കണ്ടെത്താനും ഇത് സഹായിക്കുന്നു. സിമ്പിൾ ലൈൻ ഡ്രോയിങ്സ്, ലളിതമായ രേഖാചിത്രമാണ്. നമ്മൾ രേഖാചിത്രമൊക്കെ വരയ്ക്കാൻ നിങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ മെഷർമെൻറ്റ് മേ നോട്ട് എക്സാക്റ്റ്. സ്കെച്ചുകൾ തയ്യാറാക്കുമ്പോൾ അളവുകൾ കൃത്യമാകണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരാളുടെ നിങ്ങൾ തന്നെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു ക്ലാസ്സിൽ നിങ്ങളുടെ കൂട്ടുകാരി ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു പടം വരച്ച് നോക്കി എന്തുമായിട്ടൊക്കെയാണ് വരുന്നതെന്ന് നമുക്കറിയാം കേട്ടോ. അതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. എന്ന് വെച്ചാൽ ഊഹിച്ച് നമ്മൾ ഇന്നതായിരിക്കും ഇങ്ങനാണെന്നൊക്കെ ഊഹിച്ച് വരയ്ക്കാനാണ് സ്കെച്ച്. എന്നാൽ പ്ലാൻ അങ്ങനല്ല. ഈ സ്കെച്ചും പ്ലാനും തങ്ങളുടെ ഡിഫറൻസാണ്. പ്ലാൻ അങ്ങനല്ല കുഞ്ഞുങ്ങളെ. എന്താ? പ്ലാൻ ഇൻക്ലൂഡ്സ് എക്സാക്റ്റ് മെഷർമെൻറ്റ്. പ്രത്യേക അളവുകളോടെ വരയ്ക്കുന്ന രേഖാചിത്രമാണ് പ്ലാന്. നമുക്ക് കറക്റ്റായ അളവ് വേണം കേട്ടോ. നമ്മൾ ഈ വീടിൻ്റെയൊക്കെ പ്ലാൻ തയ്യാറാക്കത്തില്ലേ, കണ്ടിട്ടുണ്ടോ? നമുക്ക് 2 നിലയ്ക്കുള്ള ഒരു വീട് അല്ലെ, ഒരു നിലയ്ക്കുള്ള ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താ അതിനെ മുറി ഇത്രയാണ്, പിന്നെ കിച്ചൺ ഇത്ര എന്നൊക്കെ ഒരു കണ്ടോ കോൺട്രാക്ടർ കൊണ്ട് തരുന്ന കണ്ടിട്ടില്ലേ വർക്ക്. പ്ലാൻസ് ഇൻക്ലൂഡ്സ് എക്സാക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണം. ഡ്രോയിങ് വിത്ത് ക്യാരക്ടറിസ്റ്റിക്സ് മെഷർമെൻറ്റ്. പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ കൃത്യമായ അളവുകൾ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പ്ലാനും സ്കെച്ചും തങ്ങളുടെ മനസ്സിലായോ നിങ്ങൾ? സ്കെച്ച് എന്ന് വെച്ചാൽ നിങ്ങൾ ആ മലയാളത്തിലൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഒരു ഊഹം മാത്രമാണ്,
ഇങ്ങനെ ആയിരിക്കും, കണ്ണ് വരയ്ക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഊഹിച്ചൊക്കെ വരയ്ക്കുന്നതാണ്. പക്ഷേ പ്ലാൻ വെച്ച കറക്റ്റായ മെഷറിൽ വേണം വരയ്ക്കാൻ. സംഭവം ഇതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഇംഗ്ലീഷ് മലയാളം അങ്ങ് എഴുതിയെടുക്കണം. ഞാൻ പറഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളെങ്കിൽ എഴുതുമ്പം കേട്ടോ വൃത്തിയായിട്ട് എഴുതിയെടുക്കുമല്ലോ. ഓക്കെ ആണല്ലോ നിങ്ങൾ? ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് പുസ്തകത്തിൽ നിന്ന് എഴുതാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ തന്നത് കേട്ടോ. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് പഠിച്ചല്ലോ, ബാക്കി ടെസ്റ്റിൽ ഞാൻ തന്നല്ലോ. ദിശ നല്ലപോലെ അറിയണം കേട്ടോ. നമുക്ക് അടുത്ത നോക്കാം. അടുത്ത നോക്കിയേ, വടക്ക് നോക്കി യന്ത്രം, അതിനെയാണ് നമ്മൾ കോമ്പസ് എന്ന് പറയുന്നത്. നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. എ കോമ്പസ് ഈസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻസ്, എസ്പെഷ്യലി മാർക്ക്ഡ് ടിപ്പ് ഓഫ് ദി നീഡിൽ ഇൻഡിക്കേറ്റ് നോർത്ത്. ഈ വടക്ക് നോക്കി യന്ത്രത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? ഈ ദിശ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്താ നമ്മുടെ കോമ്പസ് അല്ലെങ്കിൽ വടക്ക് നോക്കി യന്ത്രം. ഏത് ദിശയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഉപകരണമാണ് കുഞ്ഞുങ്ങളെ വടക്ക് നോക്കി യന്ത്രം. വടക്ക് നോക്കി യന്ത്രത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെ തന്നെ സൂചിപ്പിച്ചു. ഇതിന്റെ പ്രത്യേകത എന്താ പറയുക? ഇത് എവിടെ നിന്നാലും വടക്ക് തെക്കിലായിരിക്കും. വടക്ക് ദിശയല്ലേ, വടക്കും തെക്കും. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? അവിടെ ടെസ്റ്റിൽ ഉണ്ട് കണ്ടോ? വടക്ക് തെക്കിലായിരിക്കും എൻ്റെ നീഡിൽ വന്ന് നിൽക്കുന്നത്. നോർത്ത് ടു സൗത്ത് ആയിരിക്കും കോമ്പസിൻ്റെ ആ നീഡിൽ വന്ന് ഇരിക്കുന്നുണ്ടോ. ഇത് നമ്മൾ എവിടെ പോയി ഇതിലെ മിക്കവാറുള്ള ഇപ്പം മിക്ക പിള്ളേരുടെ കീച്ചെയിൻ പോലെയൊക്കെ കാണാം. ഇതിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിൽക്കുന്നോ അവർ ഏത് ദിശയിലാണെന്ന് വടക്കും തെക്കും അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമെന്ന്. ഓക്കെ ആണോ നിങ്ങളെ? നോർത്ത് ടു സൗത്ത് അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കോമ്പസ്. കോമ്പസ് ഈസ് എ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻസ്. ഇത് ഇൻസ്ട്രുമെന്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഈസ് ഫ്രീലി മൂവിങ് മാഗ്നറ്റിക് നീഡിൽസ് വിൽ റിമെയിൻ ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻസ്. ഞാൻ അത്രയും വാരി വലിച്ച് എഴുതിയില്ല, 2 പോയിന്റ് അല്ലാതെ തന്നിരിക്കുക. കോമ്പസ് ഈസ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ, സ്പെഷ്യലി മാർക്ക്ഡ് ടിപ്പ് ഓഫ് ദി നീഡിൽസ് ഇൻഡിക്കേറ്റ് നോർത്ത്. ദിശ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം അല്ലേ. ഇതിൽ പ്രത്യേകം രേഖപ്പെടുത്തിയ അഗ്രം അത് വടക്ക് നോർത്ത് ടു സൗത്ത് ദിശയെ സൂചിപ്പിക്കുന്നു. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഡയറക്ഷൻ ഓഫ് ദ മാപ്പ് തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ദിശ അടിസ്ഥാനമാക്കി സ്കെച്ച് ഒരു പേപ്പറിലോ ബുക്കിലോ വരയ്ക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കണമെന്നൊരു ചോദ്യമുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ദിശ അടിസ്ഥാനമാക്കി സ്കെച്ച് ഒരു പേപ്പറിലോ ബുക്കിലോ വരയ്ക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാ. നമ്മൾ സ്കെച്ചുകൾ തയ്യാറാക്കുമ്പോൾ അളവുകൾ കൃത്യമാകേണ്ടതൊന്നും ഇല്ല. നമ്മളിപ്പോൾ പറഞ്ഞതാ അല്ലേ. സ്കെച്ച് എടുക്കുന്നെങ്കിൽ കറക്റ്റ് അളവൊന്നും വേണമെന്നില്ല. പക്ഷേ രൂപങ്ങൾ മാത്രം ഒന്ന് ശരിയാക്കണം. ഇന്ന ആളെ വരയ്ക്കുന്നെങ്കിൽ ആ രൂപങ്ങൾ ശരിയായിട്ടായിരിക്കണം. അതുപോലെ തന്നെ വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും പേനയോ പെൻസിലോ മാത്രമേ ഉപയോഗിച്ച്, കഴിവതും പെൻസിൽ വെച്ചാൽ എല്ലാവരും രൂപചിത്രം വരയ്ക്കുന്നത് അല്ലേ. പിന്നെ ഇളം നിറങ്ങൾ മാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അത് റഫായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അടുത്ത നോക്കിക്കേ, ഞാനിപ്പോൾ പറഞ്ഞ ആ ഡയറക്ഷൻ ഇത് കേട്ടോ, ഇത് അറിയണേ കുഞ്ഞുങ്ങളെ. ഇത് അറിയാൻ വയ്യാതെ നമ്മൾ എത്ര കിടന്ന് പഠിച്ചുകൊണ്ടും കാര്യമില്ല. ഡയറക്ഷൻ നല്ലതുപോലെ അറിയണം കേട്ടോ. ഇനി നമ്മൾ അതുപോലെ അറിഞ്ഞിരിക്കുകയാണ് ഗ്ലോബിനെ കുറിച്ചാണ്. ഇതിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ഇതൊക്കെ തന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ അതായത് എന്തൊക്കെയായിരിക്കും ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം എങ്ങനെയാണ് കണ്ടെത്തുന്നത്. ഒരു വീടിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്, വീടിൻ്റെ അതപ്പുറത്ത് അല്ലേ, അതൊക്കെ തന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്ക് ഗ്ലോബ് എന്താണ്? എ ഗ്ലോബ് ഈസ് എ സ്പെറിക്കൽ മോഡൽ ഓഫ് ദി എർത്ത്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഒരു മാതൃകയാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഇതൊക്കെ 1 മാർക്കിൻ്റെ ചോദ്യമാണ്, നമ്മുടെ ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എ ഗ്ലോബ് ഈസ് എ സ്പെറിക്കൽ മോഡൽ ഓഫ് ദി എർത്ത്. സ്പെറിക്കൽ എന്ന് വെച്ചാൽ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. എന്നാൽ മാപ്പോ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകളുടെ ഒരു പരന്ന പ്രതലത്തിൽ വരയ്ക്കുന്ന ആണ് ഭൂപടം. മാപ്പ് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ സ്കൂളിലത്തെ നമ്മുടെ പ്രിൻസിപ്പൽ ഇരിക്കുന്ന റൂമിൻ്റെ ഭിത്തിയിലൊക്കെ കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങളെ? ദ ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് സർഫസ് ആർ ഡ്രോൺ ഓൺ എ ഫ്ലാറ്റ് സർഫസ് ഈസ് മാപ്പ് കേട്ടോ. ആ 2 എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലോബും മാപ്പും തങ്ങളുടെ ഡിഫറൻസ് ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും. എഴുതണേ കുഞ്ഞുങ്ങളെ. അതെ, ഗ്ലോബ് നിരീക്ഷിച്ച് അക്ഷാംശ രേഖയുടെയും സവിശേഷതകൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഗ്ലോബ്, ഐഡന്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ലൈൻസ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ് ലൈൻസ്. അക്ഷാംശം രേഖയും മലയാളം ഓർത്തുണ്ടെങ്കിൽ ലാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അക്ഷാംശ രേഖയും ലോങ്ങിറ്റ്യൂഡ് എന്ന് വെച്ചാൽ രേഖാംശ രേഖയും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ ടെസ്റ്റിൽ ഗ്ലോബ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓൾറെഡി തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇവിടെ ഒന്ന് എഴുതിയാൽ മതി ഇതെവിടെ എന്തൊക്കെയാണെന്ന് കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എഴുതാഞ്ഞത്. നമ്മുടെ ഗ്ലോബ് നോക്കിക്കേ.
ഗ്ലോബിനകത്തുള്ളൊരു വീടൊക്കെ കൊടുത്തേക്കുന്നുണ്ടോ, അതാണ്ട് ഇത് കണ്ടോ ഇതൊക്കെ എന്തുവാന്ന് വിചാരിച്ചാൽ അതാണ്ട് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ അണ്ട് ഇങ്ങനെ വരയ്ക്കുന്നതാണ് ഹൊറിസോണ്ടൽ ലൈൻ. അണ്ട് ഇങ്ങനെ കണ്ടോ, ഈ വര കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ വരയ്ക്കണ്ടല്ലോ, കണ്ടോ ഹൊറിസോണ്ടൽ. എന്നാൽ വെർട്ടിക്കൽ എന്ന് വെച്ചാൽ എന്താ, താപ്പോട്ട് വെട്ടി വെർട്ടിക്കൽ ലൈന്. ഇനി ഈ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഉണ്ട് നമ്മുടെ എന്തോത്തിനകത്തിലാ, നമ്മുടെ ഈ പറഞ്ഞ ഗ്ലോബിനകത്തിലല്ലേ, കാണാമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. എന്താ കുഞ്ഞുങ്ങളെ, എന്താണ് അക്ഷാംശ രേഖയെന്നും ഞാൻ പ്രധാനപ്പെട്ട മാത്രമാണ് എഴുതിയെടുത്തിരിക്കുന്നത്, നിങ്ങളത് പഠിക്കണം. അതിന് മുമ്പേ ഏതാണ്ട് ഈ ഒരു പടം ഓർത്തോണേ, ഇത് നമ്മുടെ ഗ്ലോബ് അല്ലേ, ഇത് ഗ്ലോബ് ആണെങ്കിൽ ഇതിൻ്റെ ഈ നടുക്കൂടെ പോകുന്ന ഈ വലിയ വരയ്ക്ക് പറയുന്ന പേരാണ് എന്താ, ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ. ഓർത്തോണേ കുഞ്ഞുങ്ങളെ, ഒരു ഭൂമിയുടെ അല്ലെങ്കിൽ ഭൂമി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗ്ലോബാണ് അല്ലേ, ഈ ഗ്ലോബിൻ്റെ നടുക്കൂടെ തരുന്ന ഈ വലിയ വരയ്ക്ക് പറയുന്ന പേരാണ് ഇക്വേറ്റർ. ദീസ് ലൈൻ ഡിവൈഡഡ് ദ ഗ്ലോബ് ഇൻറ്റു, ഇനി ഇത് ഗ്ലോബിൻ്റെ പടമാണ് അല്ലേ, ഇത് ഗ്ലോബാണ് അല്ലേ, ഗ്ലോബിൻ്റെ ഇൻറ്റു 2 ഹെമിസ്ഫിയർ. ഇതിനെ നേരെ നടുക്ക് വെച്ച് മുറിച്ചപ്പോൾ ഇവിടെയും ഒന്ന് അങ്ങനെ രണ്ടായിട്ടങ്ങ് മുറിച്ചു അല്ലേ, 2 അർദ്ധഗോളങ്ങളായിട്ട് ഈ രേഖ ഗ്ലോബിനെ അങ്ങ് വിഭജിച്ചു. ഈ ഒരു വര വന്നപ്പോൾ ഇതും പകുതി അല്ലേ, അർദ്ധഗോളങ്ങളായിട്ട് ഈ രേഖ ഗ്ലോബിനെ അങ്ങ് വിഭജിച്ചു. ഏതൊക്കെയാണ്, ഒന്ന് ഇവിടെ മുകളിൽ എപ്പോഴും എന്താ, നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സതേൺ ഹെമിസ്ഫിയർ എന്നും, സൗത്തേൺ എന്ന് പറയത്തില്ല നിങ്ങളെ, സതേൺ ആണ് കേട്ടോ. നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും ഇതിനെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും, ഇത് സതേൺ ഹെമിസ്ഫിയർ, ഉത്തരം. നോർത്ത് എന്ന് വെച്ചാൽ ഉത്തര അർദ്ധഗോളം എന്നും ദക്ഷിണ അർദ്ധഗോളം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. മലയാളം ഇംഗ്ലീഷും മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇതൊരു ഗ്ലോബാണ്. ഈ ഗ്ലോബിൻ്റെ നടുക്കൂടി പോകുന്ന ഈ ഒരു വലിയ വരയ്ക്ക് പറയുന്ന പേരാണ് ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ. ഈ ഭൂമധ്യരേഖ ഈ ലൈൻ ഇങ്ങനെ വരച്ചപ്പോൾ ഇത് രണ്ടായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ആയി അല്ലേ, ഡിവൈഡ് ആയി. ദീസ് ലൈൻ ഡിവൈഡഡ് ദ ഗ്ലോബ് ഇൻറ്റു 2 ഹെമിസ്ഫിയർ. അതായത് 2 അർദ്ധഗോളങ്ങളായിട്ട് ഈ രേഖ ഗ്ലോബിനെ അങ്ങ് വിഭജിച്ചു. ഒന്ന് നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഉത്തര അർദ്ധഗോളം എന്നും സതേൺ ഹെമിസ്ഫിയർ അല്ലെ ദക്ഷിണ അർദ്ധഗോളം എന്നും രണ്ടായിട്ട് തിരിച്ചു. ഇപ്പം പിടികിട്ടിയോ? ഇത് അറിഞ്ഞിരിക്കണേ നിങ്ങളെ, നമ്മൾ പഠിക്കുമ്പോൾ ഓരോന്നിനെ കുറിച്ചും അറിവ് വേണം കേട്ടോ. ഇനി നോക്കൂ നിങ്ങളെ, ലാറ്റിറ്റ്യൂഡ് ലൈൻസും ലോഞ്ചിറ്റ്യൂഡ് ലൈൻസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കേ. സർക്കുലർ ലൈൻസ് ഡ്രോ എബോവ് ആൻഡ് ബിലോ ദ ഇക്വേറ്റർ. They are parallel lines. They do not meet each other. Largest latitude is equator. It runs east to west. എന്തോ മനസ്സിലായി? നമ്മൾ ആ വരച്ച പടം നോക്കി, ഏതാണ്ട് ഈ ഫസ്റ്റ് പടം കണ്ടോ, ഇങ്ങനെ കണ്ടോ, ഇത് കണ്ടോ, ഇത് പാരലൽ ലൈനാണ്. എന്തുകൊണ്ടാണ് അത് നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുകയാണ്. ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ഒരു സമാന്തര രേഖകളുടെ പാഠം പഠിപ്പിച്ചില്ലയോ നിങ്ങൾ, നമ്മൾ മാത്സിനകത്തിലെ പാരലൽ ലൈൻ എന്ന് വെച്ചാൽ അവർ ആ ലൈനുകൾ ഒരു കാരണവശാലും തങ്ങളിൽ കൂട്ടിമുട്ടത്തില്ല. ദേ ആർ ഇത് പാരലൽ ലൈനാണ്. ദേ ഡു നോട്ട് മീറ്റ് ഈച്ച് അതർ. ഇനി ഇതിനകത്തിൽ കൂടെ പോകുന്ന ഈ വലിയ ലാർജ് അല്ലേ, ഏറ്റവും നടുക്കൂടെ പോകുന്നതായിരിക്കും ഏറ്റവും വലിയത്. ലാർജ് ലാറ്റിറ്റ്യൂഡ് ഈസ് നമ്മൾ പറഞ്ഞ എന്താ, ഇക്വേറ്റർ അല്ലേ, ഇങ്ങനെ വരയ്ക്കുന്നതാണ് കണ്ടോ, ഇക്വേറ്റർ. ഇറ്റ് റൺസ് ഈസ്റ്റ് ടു വെസ്റ്റ്. ഇത് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഈസ്റ്റ് ടു വെസ്റ്റ് അല്ലേ, നമ്മൾ മുമ്പ് പറഞ്ഞില്ലായിരുന്നോ? ഇത് എന്താ, ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. ഇത് കണ്ടോ, ഇങ്ങനെ പോകുന്നത് ഈസ്റ്റ് ടു വെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ലോങ്ങിറ്റ്യൂഡ്. എന്താ, സർക്കുലർ ലൈൻസ് ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ ലൈൻസ് ടു ലാറ്റിറ്റ്യൂഡ്. ദേ മീറ്റ് അറ്റ് പോൾസ്. ലാർജസ്റ്റ് ലോങ്ങിറ്റ്യൂഡ് ഈസ് നോൺ ആസ് എ പ്രൈം മെറിഡിയൻ. ഇനി ഇതിൻ്റെ ലാർജസ്റ്റ് ഇത് താഴോട്ടാണ് കേട്ടോ, ഇങ്ങനെ താപ്പോട്ട് കേട്ടോ. ഓരോന്ന് ഓർത്തണം കുഞ്ഞുങ്ങളെ. മറ്റേ എന്താ, ഇങ്ങനെ ഇങ്ങോട്ട് ഈസ്റ്റ് ടു വെസ്റ്റ്. ഇതെന്താ, നോർത്ത് ടു സൗത്ത്. ആ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. എന്താ കുഞ്ഞുങ്ങളെ, ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡിൻ്റെ മലയാളം എന്താണ്, അക്ഷാംശ രേഖ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഈസ്റ്റ് ടു വെസ്റ്റിൽ ഇങ്ങനെ ഒന്നും തങ്ങളി അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെ, അതായത് സമാന്തര രേഖകളിലെ പാരലൈൻ ഒരു കാരണവശാലും ഒരു മീറ്റ് ചെയ്യത്തില്ല. ഇനി ഏറ്റവും വലിയ നടുക്കൂടുള്ള വരയെ പറയുന്ന പേരാണ് ഇക്വേറ്റർ. ഓക്കെ ആണോ? ഇനി അതുപോലെ തന്നെ ലോങ്ങിറ്റ്യൂഡ് എന്താ, താഴെ നോർത്ത് ടു സൗത്ത് ആണ് അല്ലേ, മേളിൽ നിന്ന് താപ്പോട്ട് ആണല്ലോ. ഇവരൊരിക്കലും കൂട്ടിമുട്ടത്തില്ല. അങ്ങനെ ദേ മീറ്റ് അറ്റ് പോൾസ്. ലാർജസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ആയിട്ട് ഇതിനെന്താ, പ്രൈം മെറിഡിയൻ എന്നാണ് ഇതിൻ്റെ നടുക്കൂടെ പോകുന്ന ഈ ലൈന് പറയുന്നത്, വലിയ വരയ്ക്കല്ലേ. ലാർജസ്റ്റ് ലോങ്ങിറ്റ്യൂഡിന് പറയുന്ന പേരെന്താ, പ്രൈം മെറിഡിയൻ. ഇറ്റ് റൺസ്, ഇത് ഓടുന്നത് എന്താ, നോർത്ത് ടു സൗത്ത്. ഇത് നോർത്ത് ടു സൗത്തും ഇത് ഈസ്റ്റ് ടു വെസ്റ്റുമാണ്. ഓക്കെ ആണോ? ഇതിൻ്റെ ചെറിയ കണ്ടോ, ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് എഴുതിയെടുക്കണേ.
മലയാളം മീഡിയക്കാർ നോക്കിക്കേ, അക്ഷാംശ രേഖകൾ ഗ്ലോബിൽ കിഴക്ക് പടിഞ്ഞാറായിട്ട് വരയ്ക്കുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ കിഴക്ക് പടിഞ്ഞാറായിട്ട് വരയ്ക്കുന്ന വരെയാണ് അക്ഷാംശ രേഖകൾ. ഗ്ലോബിൻ്റെ മധ്യഭാഗത്തായി കാണുന്ന അക്ഷാംശ രേഖയെ നമ്മൾ എന്താ ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ എന്ന് പറയുന്നു അല്ലേ. ഇനി രേഖാംശ രേഖകൾ എന്താണെന്ന് നിങ്ങളെ ഗ്ലോബിൽ വടക്ക് നിന്നും താഴോട്ട് അല്ലേ, വടക്ക് നിന്നും എങ്ങോട്ടാ വടക്കും തെക്കും അല്ലേ, തെക്കോട്ടല്ലേ താഴോട്ട് വരയ്ക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ. അക്ഷാംശ രേഖയ്ക്ക് ലംബമായി വരയ്ക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള രേഖകളാണ്. ഓക്കെ ആണോ? അടുത്ത വാട്ട് ആർ ദ എസെൻഷ്യൽ കോമ്പോണൻസ് ഓഫ് എ മാപ്പ്? ഒരു ഭൂപടത്തിന് ഉണ്ടായിരിക്കേണ്ട ആവശ്യ ഘടകങ്ങൾ എന്തെല്ലാം? നമ്മുടെ ഇപ്പം നമ്മൾ ഭൂപടം കണ്ടല്ലോ, അതിന് എന്തൊക്കെ ആവശ്യമാണെന്നൊരു ചോദ്യം, അത് 2 മാർക്കിൻ്റെ ചോദ്യമാണ് നിങ്ങളെ. ടൈറ്റിൽ വേണം, ഡയറക്ഷൻ വേണം, ആൻഡ് ഇൻഡെക്സ് വേണം. ദ മാപ്പ് റീഡിംഗ് ഈസ് ഡൺ ബൈ യൂസിങ് ദീസ് കോമ്പോണൻസ്. എന്തൊക്കെയാണ് നിങ്ങളെ? ഭൂപടത്തിന് അതിൻ്റെ ടൈറ്റിൽ എന്ന് വെച്ചാൽ തലക്കെട്ട് വേണം, പിന്നെ ഡയറക്ഷൻസ് ഏതൊക്കെ ദിശയാണെന്ന് വേണം, ഇൻഡെക്സ് എന്ന് വെച്ചാൽ സൂചിക എന്നാണ് കേട്ടോ, സൂചിക. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാപ്പ് പറയുന്നുണ്ട്, പലതരത്തിലുള്ള മാപ്പുകൾ. ഏതാ? പൊളിറ്റിക്കൽ മാപ്പ്, ഫിസിക്കൽ മാപ്പ്, ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്, പോപ്പുലേഷൻ മാപ്പ്, വേൾഡ് മാപ്പ്. രാഷ്ട്രീയ ഭൂപടം, ഭൗതിക ഭൂപടം, ട്രോപ്പോഗ്രാഫി ഭൂപടം, ജനസംഖ്യാ ഭൂപടം, അതുപോലെ തന്നെ ലോക ഭൂപടം എന്നിങ്ങനെ 2, 4, 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ നിങ്ങളെ? ഇത്രയും ആണോ? അപ്പം നമുക്ക് നമ്മുടെ ഗ്ലോബ് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്, ഗ്ലോബും മാപ്പും തങ്ങളിൽ. അപ്പം നമ്മൾ ഈ കേരളം ഇതാണ്ട് ഈ പിക്ചർ മുതൽ നമുക്ക് നാളത്തെ പഠിക്കാം. അപ്പോൾ ഇതിനകത്തിലെ 8 എണ്ണം ഉണ്ട്, നോക്കട്ടെ. ഇത് ഓക്കെ ആണോ നിങ്ങൾ? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാപ്പുകൾ ഇത് നിങ്ങൾ എഴുതിയെടുക്കണേ. വൈ ഇസ് ദ ഇൻഡെക്സ് ഗിവൺ ഓൺ ദ മാപ്പ്? ഭൂപടത്തിൽ സൂചിക തരുന്നത് എന്തിനാ? നമ്മുടെ എല്ലാ ഭൂപടം നോക്കിയാലും അതിലെല്ലാം ഇൻഡെക്സ് എന്ന് കൊടുത്തു. എന്തിനാ? ദ ഇൻഡെക്സ് ഗിവൺ ഇൻ എ മാപ്പ് ഹെൽപ്പ് ടു ഐഡന്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് ദ മാപ്പ്. നമ്മുടെ ഭൂമിയുടെ ഭൂതല സവിശേഷതകൾ തിരിച്ചറിയുന്നതിനാണ് ഭൂപടത്തിൽ സൂചിക കൊടുത്തിരിക്കുന്നത്. അതായത് റിവർ, പിന്നെ എന്താ ബ്രിഡ്ജ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഇനി അടുത്തത് പഠിക്കാം. ഓരോ എന്ത് തരും നിങ്ങളുടെ ടെസ്റ്റിലുണ്ട്, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കണ്ടോ, അതാണ്ട് ഇങ്ങനെയുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ ആരോ മാർക്ക് തരും കണ്ടോ. ഇത് കണ്ടോ, സ്റ്റേറ്റ് ബൗണ്ടറി, ഡിസ്ട്രിക്ട് ബൗണ്ടറി, റിവർ കണ്ടോ, നാഷണൽ ഹൈവേ, റെയിൽ റോഡ് കണ്ടോ. ഇങ്ങനെ തരുന്നതിനെയാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കേട്ടോ. പടം ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ തരുന്നതിനെ എന്താ നിങ്ങളെ ഇൻഡെക്സ്. ഭൂതല സവിശേഷതകൾ തിരിച്ചറിയുന്നതിന് നമ്മുടെ ഭൂപടത്തിൽ സൂചിപ്പിക്കുന്ന സവിശേഷതയാണ് എന്ത് പറയുന്നത്, ഇൻഡെക്സ്. നമ്മളൊരു സ്ഥലത്തെ ദിശ എങ്ങനെ കണ്ടെത്താവുന്ന മുമ്പ് നമ്മൾ പഠിച്ചായിരുന്നു. എങ്ങനെയൊക്കെയോ നിങ്ങളെ, അതായത് നമ്മുടെ മുഖം സൂര്യൻ്റെ ഉദിക്കുന്നതിന് നേരെയാണെങ്കിൽ നമ്മുടെ വശങ്ങൾ, മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, സൂര്യൻ ഉദിക്കുന്ന ദിശ എപ്പോഴും കിഴക്ക് വശവും സൂര്യൻ അസ്തമിക്കുന്ന ദിശ പടിഞ്ഞാറുമായിരിക്കും. സൂര്യന് അഭിമുഖമായിട്ട് നിന്നാൽ എന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുന്ന നമ്മൾ കിഴക്കോട്ട് നോക്കി നിന്നാൽ നമ്മുടെ ഇടതുവശം വടക്കാണ്. മുമ്പ് ഞാൻ ചോദിച്ചില്ലേ ആ ക്വസ്റ്റ്യൻ ആൻസർ ആട്ടോ. നമ്മുടെ ഇടതുവശം വടക്കാണ്, വലതുവശം തെക്കുമായിരിക്കണം. അത് മറന്നുപോലെ നിങ്ങളെ. ടു ചെക്ക് ഡയറക്ഷൻസ് വി കൺസിഡർ ദ ഡയറക്ഷൻ ഫ്രം ദ where the sun rise to the east is the directions of the rising the sun. North is your left side, south is your right side കേട്ടോ. വെസ്റ്റ് ഈസ് ബിഹൈൻഡ് യു. വല്ല മനസ്സിലായോ നിങ്ങളെ? അതായത് ഒരു നമ്മൾ ദിശ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സൂര്യനെ നോക്കുക. നമ്മുടെ സൂര്യൻ ഉദിക്കുന്ന സമയമാണെങ്കിൽ എന്താ, നമ്മുടെ സൂര്യൻ ഉദിക്കുന്നത് എപ്പോഴും കിഴക്കാണെന്ന് നമുക്കറിയാം, സൂര്യൻ അസ്തമിക്കുന്നത് പടിഞ്ഞാറാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ സൂര്യൻ അഭിമുഖമായിട്ട് നമ്മൾ നിന്നാൽ നമ്മുടെ ഇടതുവശം വടക്കായിരിക്കും, വടക്കായിരിക്കും, വലതുവശം തെക്കുമായിരിക്കും. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ ഇത് നിങ്ങൾ ഈ 9 ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ, ഇത് എടുത്തിട്ട് പഠിച്ചിട്ടിരിക്കുക കേട്ടോ. എന്നിട്ട് എന്താ അടുത്ത ലിങ്കിൽ നിങ്ങളുടെ കമൻറ്റ് കാണും, നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്നും ഓക്കെ ആണെന്നും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ബാക്കി ഇടാം കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ, താങ്ക് യു.